വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു: രക്ഷ എന്നത് കുഞ്ഞാടിൻ്റെയും ദൈവത്തിൻ്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരിക്കുന്നു. ആ ദൈവിക രക്ഷയെ കരസ്ഥമാക്കുവാൻ ദാനമായി ഈ രാത്രികാലം ഈ ഗ്രൗണ്ടിലെത്തി എല്ലാ പ്രിയപ്പെട്ട ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കരസ്ഥമാക്കുവാനും ആത്മാവിൽ സന്തോഷിപ്പാനും ഓരോ നാളും ജയത്തോടെ ജീവിപ്പാനും ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്ന ഓർത്ത് പിന്നെയും ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ. ഒന്ന്, നാം ദൈവത്തിൻ്റെ ദാനമാണ്. യോഹന്നാൻ 4:10 കാണുകയാണ്, നാം ദൈവത്തിൻ്റെ ദാനം. നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്ന ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും നിനക്ക് ജീവനുള്ള ദൈവം വെള്ളം തരുമായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ജീവിപ്പിക്കുന്ന ആത്മാവായ ദൈവത്തിൻ്റെ പാദത്തിലായിരിക്കുന്ന ഈ ദിനം ആത്മാവിൽ അകത്തെ മനുഷ്യരുടെ സന്തോഷം പ്രാപിപ്പാൻ ഓടിയെത്തി. ഹല്ലേലൂയ. നിങ്ങളോടൊപ്പം ഞാനും പ്രതീക്ഷിക്കുന്നു ദൈവം വലിയ കാര്യങ്ങൾ ഈ രാത്രി ചെയ്യണം എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരങ്ങൾ ഉയർത്തി ഒന്ന് ഉച്ചത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏറ്റവും വലിയ നാമം, ഉയർന്ന നാമം, ഉന്നത നാമം യേശുവിൻ്റെ നാമമാണ്. സകല നാമത്തിന് മേലായി നാമത്തിൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഈ ഭൂമിയിൽ നടക്കുന്ന ശുശ്രൂഷകൾ, സഭകൾ, ഇതുപോലുള്ള പ്രത്യേക യോഗങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നാം ദൈവത്തിൻ്റെ ദാനമെന്ന് കാണുവാൻ, ഹല്ലേലൂയ, രക്ഷ ദൈവത്തിൻ്റെ ദാനമെന്ന് കാണുവാൻ, പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനമെന്ന് കാണുവാൻ അപ്പോസ്തലർ 10:46 പറയുന്നു, പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനമാണെന്ന്. ഇതെല്ലാം ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുമ്പോൾ, ദൈവം നാം സ്നേഹിക്കാതിരിക്കുമ്പോൾ നമ്മെ സ്നേഹിച്ച് നമ്മെ അരമുറുക്കി ശക്തീകരിച്ച് ഈ രാത്രി കൊണ്ടുവന്നിരിക്കുമ്പോൾ നമുക്ക് വായടച്ച് മൗനമായിരിക്കാൻ പറ്റത്തില്ല. ഒന്ന് സ്തുതിക്കുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ, ആ രക്ഷകനെ പിൻപറ്റുവാനായി, ആ രക്ഷയെ പ്രാപിക്കുവാനായി, ആ രക്ഷയിൽ ജീവിക്കുവാനായി ഈ കൂടാരമായ 4ാമത് പറയുകയാണ്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം വാക്യം, കൂടാരമായ ഭവനം അഴിഞ്ഞു പോയാലും ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് പൗലോസ് പറയാണ്, ഞങ്ങൾ ഞരങ്ങുകയാണ്. അതെ, ഈ ലോക ജീവിത യാത്രയിൽ, വിശ്വാസ ജീവിതത്തിൽ ചിലർ ഞരങ്ങുകയാണ്. എന്തായിത്തീരും, എങ്ങനെ മുന്നോട്ട് പോകും? പ്രതികൂലമാകുന്ന കൊടിയ കാറ്റുകൾ അടിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ രാജസ്ഥാനിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷ ഘോഷണം നടത്തി ഹല്ലേലൂയ സ്തോത്രം പീഡകൾ അനുഭവിച്ച് കടന്നു പോകുന്നവർ പൗലോസിന് പറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ ഞരങ്ങുകയാണ്. എന്നാൽ ഈ രാത്രി നമുക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിപ്പാൻ ലഭിച്ച സമയം, ദൈവത്തെ ആരാധിച്ച് മഹത്വം കൊടുക്കുവാൻ ഹല്ലേലൂയ കഴിയട്ടെ. നിങ്ങൾ ചിന്തിക്കും ഇത് ഞരക്കത്തിന്റെ നാളുകളെന്ന്. എന്നാൽ ഞാൻ ഈ രാത്രി ഇങ്ങോട്ട് പറയട്ടെ, ആത്മാവിനോട് പറഞ്ഞത് ഈ നാളുകൾ ആനന്ദത്തിന്റെ നാളുകളാണ്, ഇത് ഉണർവിന്റെ നാളുകളാണ്, ഇത് ജയത്തിന്റെ നാളുകളാണ്, ഇത് ആനന്ദത്തിന്റെ നാളുകളാണ്, ഇത് ആഘോഷത്തിന്റെ നാളുകളാണ്. ഒരിക്കലും കാണാത്ത ഉണർവ് പൊട്ടി പുറപ്പെടുന്ന വർഷമത്രേ ഈ 2026 എന്ന് പറയുന്ന വർഷം. ഹല്ലേലൂയ. ദൈവജനം മറക്കരുത്, പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ മുന്നോട്ട് ഓടുവാൻ ദൈവം സഹായിക്കട്ടെ. ഒന്ന്, ഞാൻ പറഞ്ഞത് നാം ദൈവത്തിന്റെ ദാനം. ഹല്ലേലൂയ. 2, സ്തോത്രം, രക്ഷ ദൈവത്തിന്റെ ദാനം. വെളിപ്പാട് പുസ്തകം 7:10. 3, അപ്പോസ്തലർ 10:46, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനം. 2 കൊരിന്ത്യർ 5:1, ഹല്ലേലൂയ, നിത്യത ദൈവത്തിന്റെ ദാനം. കൂടാരമായി ഭവനം അഴിഞ്ഞു പോയാലും ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം സ്വർഗത്തിലുണ്ട്. അവിടേക്ക് സ്തോത്രം എത്തിച്ചേരും വരെയും ഈ ലോക ജീവിത യാത്രയിൽ പുറകോട്ട് നോക്കാതെ ഹല്ലേലൂയ, യേശുവിന്റെ ഹല്ലേലൂയ സ്തോത്രം പിൻഗമിക്കുന്ന ദൈവസഭ മുന്നോട്ട് ഓടി വിജയം പ്രാപിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ഈ രാത്രി ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ.